വെനസ്വേലയെ വിറപ്പിച്ച 1 മിനിറ്റിൽ 2 ഉഗ്രഭൂചലനങ്ങൾ, 10,000-ലേറെ പേർ മരിച്ചതായി റിപ്പോർട്ട്. സുനാമി മുന്നറിയിപ്പ്. പ്രഭവ കേന്ദ്രം കാരക്കാസിൽ നിന്ന് 250 കിലോമീറ്റർ പടിഞ്ഞാറ്. റിക്ടർ സ്കെയിലിൽ 7.2 മുതൽ 7.5 വരെ തീവ്രത. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്നു മുതൽ ക്ലിഫ് ഹൌസിൽ. രാവിലെ താമസം മാറി. കന്റോൺമെന്റ് ഹൌസ് ഒഴിഞ്ഞു. അറ്റകുറ്റപ്പണി കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കന്റോൺമെന്റ് ഹൌസിൽ താമസത്തിനെത്തും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ ഇ.ഡി. തിങ്കളാഴ്ച വീണ്ടും ചോദ്യം ചെയ്യും. മാസപ്പടി കേസിൽ ഇത് 2ാം ചോദ്യം ചെയ്യൽ. ലോക്കർ വിവരങ്ങളും SFIO പ്രോസിക്യൂഷൻ റിപ്പോർട്ടും സംബന്ധിച്ച കാര്യങ്ങൾ ചോദിച്ചറിയും. SFIOയിൽ നിന്ന് ഇഡിക്ക് ലഭിച്ചത് 134 നിർണായക രേഖകൾ. വീണയ്ക്ക് കുരുക്കുമുറുകുമെന്ന് സൂചന. ഇടവേളയ്ക്ക് ശേഷം UDF തുടക്കമിട്ട മലപ്പുറം വിഭജനവാദം ഏറ്റുപിടിച്ച് സമസ്ത. ജില്ലാ വിഭജനം അനിവാര്യമെന്ന് SYS. ജനസംഖ്യാനുപാതികമായി വിഭജനം വേണമെന്ന് അബ്ദുസമദ് പൂക്കോട്ടൂർ ന്യൂസ് 18നോട്. നടപടിക്രമങ്ങൾ സർക്കാർ കമ്മീഷന് തീരുമാനിക്കാം. സമസ്ത നിലപാട് ജില്ലാ വിഭജനത്തിന് നിർണായകം. ജില്ലാ വിഭജനത്തിൽ സർക്കാരിനൊപ്പം നിൽക്കുമ്പോൾ PM ശ്രീയിൽ ശക്തമായ താക്കീതുമായി സമസ്ത നിലപാട്. വിദ്യാഭ്യാസത്തിൽ കാവ്യവൽക്കരണം പറ്റില്ല. മന്ത്രിസഭ ഉപസമിതി വേണ്ടത് തീരുമാനിക്കട്ടെ എന്നും പ്രതികരണം. മാസങ്ങളായിട്ടും തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിലെ പുനർനിർമ്മാണം പാതിവഴിയിൽ. സൗന്ദര്യവൽക്കരണവും വൈകുന്നു. സന്ദർശകർ എത്തുന്നില്ല. വേനലവധി തീരത്തെ കച്ചവടക്കാരുടെ വയറ്റത്തടിച്ചു. ഓണത്തിനെങ്കിലും നല്ല കച്ചവടം സ്വപ്നം. പണി തുടങ്ങിയപ്പോൾ പറഞ്ഞത് 3 മാസം കൊണ്ട് തീർക്കുമെന്ന്. കോടികൾ കടലിലൊഴുക്കിയത് മാത്രം മിച്ചം. റബ്ബറിന്റെ നാട്ടിൽ നിന്ന് റബ്ബർ ബോർഡ് ചെയർമാനായി N. ഹരി എത്തുമ്പോൾ കർഷകർക്ക് പ്രതീക്ഷകൾ. കേന്ദ്ര റബ്ബർ ബിൽ ഭേദഗതി വരുമ്പോൾ വിലയിൽ അടക്കം ഇടപെടുമെന്ന് ഹരി ന്യൂസ് 18നോട്. റബ്ബർ മേഖലയെ പുനരുദ്ധീകരിക്കും. സർക്കാരിനോട് സഹായം ചോദിക്കും. കേരളത്തിന് പുറത്തും ഹിറ്റായി KSRTC സ്ത്രീ സൗജന്യ യാത്രാ വണ്ടി പ്രിയദർശിനി. വണ്ടി നിറഞ്ഞ് തമിഴ്നാട്ടിൽ നിന്നുള്ള തോട്ടം തൊഴിലാളികൾ. സ്വകാര്യ ടെമ്പോകളെ പൂർണ്ണമായി അവഗണിച്ച് സ്ത്രീ തൊഴിലാളികൾ. യാത്ര സൗജന്യമായതോടെ കൂടുതൽ തൊഴിലാളികൾ വരുമെന്ന പ്രതീക്ഷയിൽ തോട്ടമുടമകൾ. ഇറാനെ വരുതിക്ക് നിർത്തിയെന്ന് ട്രംപ്. പശ്ചിമേഷ്യൻ സമാധാനത്തിന് പുതിയ രൂപരേഖയായി. സമാധാന ശ്രമങ്ങൾ തുടർന്ന് ഖത്തർ. ഹോർമുസിൽ ടോൾ ഉണ്ടാകില്ലെന്ന് ട്രംപിന്റെ വാദം ആവർത്തിച്ച് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. സുഗമമായ ടാങ്കർ ഗതാഗതത്തിന് ഗൾഫിന്റെ ആകെ പിന്തുണ തേടി. യുദ്ധം തുടങ്ങിയപ്പോൾ കുതിച്ച ക്രൂഡ് ഓയിൽ വില 75-ൽ താഴെയെത്തി. ലോകകപ്പിൽ ത്രസിപ്പിക്കുന്ന ജയത്തോടെ ബ്രസീൽ നോക്കൌട്ടിൽ. സ്കോട്ട്ലൻഡിനെ തകർത്തത് മറുപടിയില്ലാത്ത 3 ഗോളുകൾക്ക്. വിനീഷ്യസ് ജൂനിയറിന് ഇരട്ട ഗോൾ. ഹെയ്ത്തിയെ 4-2 തോൽപ്പിച്ചു മൊറോക്കോ. ഗ്രൂപ്പ് ബിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡും കാനഡയും നോക്കൌട്ട്.